ഫ്രണ്ട്സ് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒത്തിരി വെറൈറ്റീസ് താമരകൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് താമരകൾക്കായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്റ്റുള്ള നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു താമരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞ് ബൗൾ ലോട്ടസാണ്, ചെറിയ താമരയാണിത്. അപ്പോൾ ഈ താമരകൾ നമുക്ക് കുഞ്ഞ് പാത്രങ്ങളിൽ നട്ടാൽ നമുക്ക് കിട്ടും. അതിൻ്റെ നിറച്ച് മൊട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നിറച്ച് കളക്ഷൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. മുട്ടോട് കൂറിയ കുറേ പ്ലാന്റ് നിൽപ്പുണ്ട്. ഇതെല്ലാം ബൗൾ ലോട്ടസാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒന്ന് മേടിക്കാം. ട്രിവാൻഡ്രത്താണ് നമ്മുടെ സ്ഥലം. ഇതിലേക്ക് എല്ലാം മുട്ടില്ലാത്ത പ്ലാന്റ് വളരെ കുറവാണ്. അതിലും മുട്ട് വരുന്നുണ്ട്, എല്ലാത്തിലും മുട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടായ ഒത്തിരി പ്ലാന്റ്സ് നിൽപ്പുണ്ട്. അവിടേക്ക് വിരിയിക്കാറായത് അങ്ങ് നിൽപ്പുണ്ട്. അതെ, അവിടെ ഇവനെയൊക്കെ വിരിയിക്കാറായി. അപ്പോൾ നിറയെ ഞങ്ങളുടെ കയ്യിൽ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാ താമരകളിലും ഇപ്പോൾ നമുക്ക് മുട്ടുണ്ട്. ഇനി വിരിയിക്കാൻ വേണ്ടിയുള്ളൊരു പ്ലാന്റ് ജസ്റ്റ് അവിടെ ഒരു മഞ്ഞയും നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ താമരകളെല്ലാം ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട്. കാരണം നിങ്ങൾക്ക് വളരെ വേഗം തന്നെ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളിലും നിറച്ച് ഫ്ലവേഴ്സ് കാണുന്നത്. അവിടെ ഫ്ലവേഴ്സൊക്കെ കഴിഞ്ഞത് നല്ല അടിപൊളി ഫ്ലവർ ആയിരുന്നു. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്ലവർ കഴിഞ്ഞടുത്ത് റിപ്പോർട്ടിങ് ഞങ്ങൾക്ക് ടൈമായി. അടുത്തൊരു മഞ്ഞ ഇവിടെ നിൽപ്പുണ്ട്. മഞ്ഞ ഇതും ഫ്ലവറായ പ്ലാന്റ് ആണ്. സൂപ്പറാണ് എൻ്റെ ഫ്ലവർ. ഇത് ബൗൾ ലോട്ടസാണ്, കുഞ്ഞു പൂവാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് വൈറ്റ് ഉണ്ട്, പിന്നെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇതിൻ്റെ തന്നെ. ആദ്യം കാണിച്ച അത്യാവശ്യം ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതുപോലെ നിറച്ച് വാട്ടർ ലില്ലീസും അതുപോലെ നമ്മുടെ കയ്യിൽ താമരയൊക്കെ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യേണ്ടതാണ്.